യു.എസിലെ വാഷിംഗ്ടൺ DC-യിലുണ്ടായ വെടിവയ്പ്പിൻ്റെ അമ്പരപ്പിലാണ് ലോകം. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. വാഷിംഗ്ടണിലെ ജ്യൂ മ്യൂസിയത്തിന് സമീപമാണ് വെടിവയ്പ്പുണ്ടായത്. വാഷിംഗ്ടണിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഫീൽഡ് ഓഫീസിനടുത്താണ് സംഭവം നടന്നത്. വെടിവയ്പ്പിൽ ഇസ്രായേൽ എംബസിയിലെ 2 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ജൂതന്മാർക്കെതിരായ ഭീകരവാദത്തിൻ്റെ ഭാഗമാണ് വെടിവയ്പ്പെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ഡനോനാണ് വെടിവയ്പ്പിനെ അപലപിച്ചുകൊണ്ട് ജൂതന്മാർക്കെതിരായ ഭീകരരുടെ ആക്രമണമാണിതെന്ന് പറഞ്ഞത്. അതിനിടെ അക്രമി പിടിയിലായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് US ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി അറിയിച്ചു. ആക്രമണം നടത്തിയ ശേഷം പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന മുദ്രാവാക്യം അക്രമി മുഴക്കിയതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. യുവ ദമ്പതികളാണ് കൊല്ലപ്പെട്ടത്. ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. ജൂതന്മാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് DC പോലീസിനെ ഉദ്ധരിച്ച് BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. FBI-യുടെ വാഷിംഗ്ടൺ ഫീൽഡ് ഓഫീസ് ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മ്യൂസിയങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയുള്ള ഒരു പ്രദേശത്താണ് വെടിവയ്പ്പുണ്ടായത്. അക്രമി വെടിയുതിർത്ത ശേഷം മ്യൂസിയത്തിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതായി മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് പമേല സ്മിത്ത് പറഞ്ഞു. ഷിക്കാഗോയിൽ നിന്നുള്ള 30-കാരൻ ഏലിയാസ് റോഡ്രിഗാണ് പ്രതി. മ്യൂസിയത്തിന് പുറത്ത് നടക്കുന്നതിനിടെ 4-അംഗ സംഘത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും സ്മിത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്രിമിനൽ ഭീകരവാദ പശ്ചാത്തലമുള്ള ആളല്ല പ്രതിയെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ടവരുടെ പേരുകൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ക്ലോസ് റേഞ്ചിലാണ് അക്രമി വെടിവെച്ചതെന്ന് ഇസ്രായേൽ എംബസി വക്താവ് എക്സിൽ കുറിച്ചു. അക്രമകാരിയെ പിടികൂടുന്നതിനും ഇസ്രായേലിൻ്റെ പ്രതിനിധികളെയും അമേരിക്കയിലുടനീളമുള്ള ജൂത സമൂഹങ്ങളെയും സംരക്ഷിക്കുന്നതിനും പ്രാദേശിക ഫെഡറൽ നിയമനിർവഹണ അധികാരികളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എംബസി വക്താവ് എക്സിൽ കുറിച്ചു. വംശീയ ആക്രമണമാണ് പ്രതി നടത്തിയതെന്ന സ്ഥിരീകരണമാണ് പോലീസ് നടത്തുന്നത്. കസ്റ്റഡിയിലും പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന മുദ്രാവാക്യം അക്രമി മുഴക്കിയെന്നും പോലീസിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വംശീയ അതിക്രമം തന്നെയാണ് നടന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സെമിറ്റിസത്തിനെതിരെ നടത്തിയ ആക്രമണമാണിത്. കൊലപാതകങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കണം. വിദ്വേഷത്തിനും തീവ്രവാദത്തിനും US-ൽ സ്ഥാനമില്ല. ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം. ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ വളരെ സങ്കടമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയാണ് ട്രംപ് കുറിച്ചത്.